ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഒരു ഫിഷ് വെച്ചിട്ടുള്ളൊരു റെസിപ്പിയാണ്. കോഴിക്കോടുള്ള എല്ലാവർക്കും തന്നെ അറിയാം, നല്ല പേര് കേട്ട ഒരു മെസ്സാണ് അമ്മ മെസ് ഹൗസ്. അവിടെയുള്ള ഫിഷ് ഫ്രൈൻ്റെ റെസിപ്പി ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. പക്ഷേ തെറ്റില്ല, നല്ല ടേസ്റ്റിൽ വന്നിട്ടുണ്ട് എനിക്ക്. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നിങ്ങളും ചെയ്ത് നോക്ക്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് ഫ്രൈ കഴിക്കാം. വേറൊരു കറിയും വേണ്ട, നമുക്ക് ഈ ഒരൊറ്റ ഫ്രൈ മാത്രം മതി. അപ്പോൾ നമുക്ക് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനൊരു ജാറിലേക്ക് കുറച്ച് കറിവേപ്പില, ചുവന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പെരുംജീരകപ്പൊടി, കാശ്മീരി ചില്ലിപ്പൊടി, സാദാ മുളക് പൊടി, പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഒരു 1.5 ടേബിൾ സ്പൂൺ വിനീഗറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക് ചേർത്തിട്ടുണ്ട്, മല്ലിച്ചപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് പേസ്റ്റ് പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഫിഷിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് അയക്കൂറ മീനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നല്ലപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കാം. നല്ല കട്ടിയിലുള്ളൊരു മസാലയാണ് നമുക്ക് വേണ്ടത്. വെള്ളം തീരെ കൂട്ടാൻ പാടില്ല. ഞാൻ ഒഴിച്ചത് കണ്ടല്ലോ, ഒരു 1.5 ടേബിൾ സ്പൂണൊക്കെ വെള്ളം മാത്രം മതി. നല്ല കട്ടിയിലുള്ളൊരു പേസ്റ്റാണ് നമുക്ക് വേണ്ടത്. നല്ലോണം ഫിഷിൻ്റെ മുകളിൽ മസാല തേച്ച് പിടിപ്പിച്ചതിന് ശേഷം കുറച്ച് ടൈം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. ഒരു മണിക്കൂറിന് ശേഷം ഞാനിവിടെ ഒരു ഫ്രൈങ് പാനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് വെളിച്ചെണ്ണയിൽ തന്നെ നിങ്ങളിത് ഫ്രൈ ചെയ്തെടുക്കണം, എങ്കിലേ ഈ ഒരു ഒതൻറ്റിക് ടേസ്റ്റ് കിട്ടുള്ളൂ. അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിൻ്റെ ഇല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഓരോ മീനായിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മളിത് ഡീപ്പ് ഫ്രൈ അല്ല ചെയ്യുന്നത്, ഷാലോ ഫ്രൈ ആണ്. അപ്പോൾ ജസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണ മതി, അതിലിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല മൊരിച്ചെടുക്കുന്നില്ല. അപ്പോൾ ഇതാ ഒരു സൈഡ് നല്ലപോലെ ഫ്രൈ ആയി വന്നപ്പോഴത്തേന് ഞാൻ കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സ് മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ എല്ലാ ഫിഷും ഇതേപോലെ ഫ്രൈ ചെയ്ത് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ആ സെയിം പാനിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ആ ഒരു മസാല ഉണ്ടല്ലോ, മാരിനേഷൻ ഫിഷിന് തേച്ച ആ മാരിനേഷൻ ബാക്കിയുണ്ടല്ലോ, അത് ഞാൻ ആ ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് സോട്ട് ചെയ്ത് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതേപോലെ ഒരു ഉള്ളി തിന്നായി സ്ലൈസ് ചെയ്തതും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്ത് അതിലേക്ക് ക്രഷ്ഡ് റെഡ് ചില്ലിയും കൂടി ചേർത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്താണ്. ഉള്ളി നല്ലോണം കുക്കാവണ്ട, ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്താൽ മതി. അത് നല്ല അപ്പോൾ ഇതാ ഞാനൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് ഫ്രൈ ആണ് ഇത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ അവർ ഈ ഒരു ഉള്ളിൻ്റെ മസാല ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല കേട്ടോ, ഇത് എൻ്റെ വക ഞാൻ ആഡ് ചെയ്തതാണ്. അവർ ഈ ഫിഷിൽ തേക്കുന്ന ഈ മാരിനേഷൻ തന്നെയാണ് നമ്മുടെ വെളിച്ചെണ്ണയിലിട്ടിട്ട് സോട്ട് ചെയ്തിട്ട് തരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് അത്ര നല്ല ഹെൽത്തി അല്ലല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഉള്ളി ഇട്ടിട്ട് ഇങ്ങനെ ചെയ്തതാണ്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഈ ഒരു ഫിഷ് ഫ്രൈ മാത്രം മതി നമുക്ക് കുറേ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫ്രൈ ആണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റ് വഴി അറിയിക്കുക, ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോ വീണ്ടും കാണാം.